ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ ദേവികയോട് ശാരിക ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നന്ദേട്ടൻ ഒരു കൊലപാതകം ചെയ്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നന്ദേട്ടൻ്റെ ഭാര്യ ചേച്ചിയല്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും ചേച്ചിയോടായിരുന്നു ആദ്യം വന്ന് പറയേണ്ടത്. അല്ലാതെ ഐസബല്ലിയുമായിട്ട് കറങ്ങിയടിക്കല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നന്ദേട്ടൻ്റെ അടുത്ത് ഒരു തരത്തിലുമുള്ള സഹതാപം തോന്നരുത് എന്നെല്ലാം പറയുമ്പോൾ ദേവികയും പറയുന്നുണ്ട്, എനിക്ക് അതെല്ലാം അറിയാം ശാരി, ഞാൻ എന്തായാലും അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നെല്ലാം പറയാണ്. ശാരിക അങ്ങനെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മാധവനും രാധികയും ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയരുത് എന്ന്. നന്ദനാന്നുണ്ടെങ്കിൽ ഗിരീഷിനോട് മനസ്സ് തുറന്ന് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അതായത് താൻ ഒരാളെ കൊന്നു എന്നും ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ ഗിരീഷിനേട്ടന് പേടിയുണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, നന്ദ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എൻ്റെ അനിയനാണ്, തെറ്റൊരിക്കലും തെറ്റല്ലാതെയാവില്ല. പക്ഷെ തോർത്തിട്ട് നീ ഇപ്പോൾ പശ്ചാത്താപിക്കണില്ലേ, അതന്നെയാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊന്നും ഞാൻ ഉറപ്പ് തരുന്നില്ല, പക്ഷെ എൻ്റെ അടുത്തുനിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് നന്ദനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആകെ സമനില തെറ്റിയ ഒരവസ്ഥയിലാണ് നന്ദൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസബല്ല എന്നുണ്ടെങ്കിലും ഇതിനേക്കാളും ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ്. അതായത് ദേവികയെ നന്ദൻ കണ്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവോ, അവർ തമ്മിൽ ഇനി ഒന്നിക്കോ, എനിക്ക് നന്ദനെ എത്രയും പെട്ടെന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ ഐസക്കിനോട് പറയുന്ന സമയത്ത് ഐസക്ക് പറയുന്നുണ്ട്, ഇസബല്ല നിനക്ക് നന്ദൻ എന്ന് വെച്ചാൽ ഒരു ഭ്രാന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്ന രീതിയിൽ ഇനി ഒന്നും മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്യ വഴക്ക് പറയുന്നുണ്ട്. പാപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, പക്ഷെ നന്ദന് ആരുമില്ല, ഞാൻ തന്നെയാണ് അവൻ എപ്പോഴും കൂടെ ഉണ്ടാവുക, ഒരിക്കലും ആ ദേവികയായിട്ട് അവനിനി ഒന്നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ കാണിക്കുന്നുണ്ട്. ഏതായാലും ദേവിക എന്നുണ്ടെങ്കിൽ രാധികയുടെയും മാധവന്റെയും മുന്നിൽ നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലെ വിഷമം എപ്പോഴായാലും പുറത്തേക്ക് വരും. നിയന്ത്രണം വിട്ടുപോകണ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ദേവികയ്ക്ക് മുന്നിൽ ഉണ്ടാവണത്. മാധവൻ എന്നുണ്ടെങ്കിൽ ഈ സമയം പറയുന്നുണ്ട്, നന്ദനെ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്, അവന്റെ മേലെ ഒരു തെറ്റിദ്ധാരണ പോലും വേണ്ട. എനിക്ക് തോന്നുന്നത് അവനെ ആരൊക്കെ ചേർന്നിട്ട് ചതിപ്പെടുത്തിയിരിക്കുകയാണ്, അതുകൊണ്ടൊക്കെയാണ് അവൻ ഇപ്പോഴും ഈ പ്രശ്നങ്ങളിലൊക്കെ നേരിടുന്നത്. നീയും നന്ദനും ഒരിക്കലും വേർപിരിയരുത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദേവിക്ക് എന്നുണ്ടെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. അച്ഛൻ ഇനി ഒരുപാട് കാലം ഒന്നും ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ദേവിക പറയുന്നുണ്ട്, എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ്. മോൾ എനിക്ക് ഒരു വാക്ക് തരണം, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്ക് നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കാണണം, അതുകൊണ്ട് തന്നെ നീയും നന്ദനും ഒരിക്കലും വേർപിരിയില്ല എന്നൊരു വാക്ക് എനിക്ക് നീ തരണം. എൻ്റെ മോളായതുകൊണ്ട് എനിക്കല്ലേ നിൻ്റെ അടുത്ത് എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ദേവിക എന്നുണ്ടെങ്കിൽ സത്യം ചെയ്ത് കൊടുക്കുകയാണ്. ഏതായാലും ദേവികയുടെ ഈ ഒരു വാക്ക് മാധവന് നല്ല സന്തോഷം തന്നെയാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നന്ദനാന്നുണ്ടെങ്കിൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് പ്രഭാവതി എന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊന്നും വേണ്ട, എൻ്റെ ജീവിതം ഒക്കെ ഇല്ലാതായി, ഞാനും ദേവികയും കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി എടുക്കാൻ ഞങ്ങൾ നല്ലോണം ആഗ്രഹിച്ചിരുന്നു, ആ സമയത്താണ് ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, എൻ്റെ ജീവിതം ഇനി പഴയ പോലെ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന എന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. നന്ദന എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓർക്കുകയാണ്. ദേവികയായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ നന്ദന എന്നുണ്ടെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നന്ദന് ഒരുപാട് കുറ്റബോധം വരുന്നുണ്ട്. പ്രഭാവതി എന്നുണ്ടെങ്കിലും ഇതേ സമയം ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. തൻ്റെ അമ്മ മാത്രമാണ് ഇപ്പോഴും തൻ്റെ കൂടെ നിൽക്കണേ എന്നൊരു കാര്യം ആലോചിച്ചിട്ട് നന്ദനായാലും അതിൻ്റെതായ സങ്കടങ്ങളുണ്ട്. ദേവികയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയായിരുന്നു എന്നൊരു കാര്യം നന്ദൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നന്ദനേക്കാളും സമനില തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഇസബല്ല നിൽക്കുന്നത്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.